വിടപറയലിൻ്റെ ആ രാത്രി മദീന എന്നത്തെയും പോലെ അന്നും ശാന്തമായിരുന്നു. ആ രാത്രി വീടുകളെല്ലാം നിശബ്ദം. അവിടെ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു നമുക്കെല്ലാം പ്രിയപ്പെട്ടവളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. തനിക്കേറെ പ്രിയപ്പെട്ടവളായ മഹദിയുടെ അരികിൽ വാക്കുകളില്ലാതെ അലി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ആ കണ്ണുകളിൽ പേടിയാണ്, ഹൃദയത്തിൽ വേർപാടിൻ്റെ വിറയലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പതുക്കെ അലിയാർ തങ്ങളെ നോക്കി ഇങ്ങനെ പറഞ്ഞു: യാ അലി, ഞാൻ നിങ്ങളോട് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഞാൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. മനസ്സുകൊണ്ട് പോലും ഞാൻ മറ്റൊരാളെ നിങ്ങളുടെ സ്ഥാനത്ത് ചിന്തിച്ചിട്ടില്ല. ആ നിമിഷം വല്ലാതെ ഹൃദയത്തിലോട്ട് ആഴ്ന്നിറങ്ങിയത് കൊണ്ടാവാം എൻ്റെയും കണ്ണുകൾ നിറയുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. യാ അലി, ഞാൻ അങ്ങയോട് എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്നും ഒരല്പം കണ്ണീര് വീണു. ശബ്ദം തകർന്നു. അല്ലാഹു ആണ് സത്യം ഫാത്തിമ, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ ശുദ്ധയും കൂടുതൽ സത്യസന്ധയുമായിരുന്നു. മഹദി വീണ്ടും പറഞ്ഞു: ഇതാണ് എൻ്റെ അവസാന ആഗ്രഹം. എൻ്റെ വഫാത്തിന് ശേഷം എന്നെ രാത്രിയിൽ ഖബറടക്കണം. അദ്ദേഹത്തിന് ഒന്നുമേ പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു മൗനമായി തലകുനിച്ചു. വാഗ്ദാനം കണ്ണീരിൽ എഴുതി. അല്പസമയത്തിന് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ശബ്ദം ശാന്തമായി: മഹദി ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുന്നു. രാത്രിയിൽ ഖബറിനുള്ളിൽ അലി റളിയല്ലാഹു അൻഹു സ്വന്തം കൈകളാൽ മഹദിയെ വെച്ചു. മണ്ണ് വീഴുമ്പോൾ ഹൃദയം തകരുന്നുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ. നിങ്ങളുടെ അമാനത്ത് ഞാൻ തിരികെ നൽകിയിട്ടുണ്ട്. പിന്നെ ഖബറിനോട് തിരിഞ്ഞു പതുക്കെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു: യാ ഫാത്തിമ, നീ പോയതിൽ പിന്നെ ഈ ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ. നിങ്ങളുടെ മധുരമായ ശബ്ദത്തിൽ ഇനി എന്നോട് മറുപടി പറയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഹൃദയം ഇന്നും നിങ്ങളോട് സംസാരിക്കുകയാണ് ഫാത്തിമ. വിട പറയലിൻ്റെ ആ രാത്രിയിൽ ഏറെ വേദനയോടെ അലിയാർ തങ്ങൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നില്ല. കാരണം തങ്ങളുടെ ലോകം ആ മണ്ണിനടിയിലായിരുന്നു. ഒരിക്കലും മറുപടി പറയില്ലെന്നറിഞ്ഞിട്ടും തൻ്റെ പ്രിയപ്പെട്ടവളോട് ഹൃദയം കൊണ്ട് സംസാരിക്കുകയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ, നീ ഇല്ലാതെ ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളെ കാണുമ്പോൾ തന്നെ എൻ്റെ എല്ലാ വേദനകളും നീങ്ങാറുണ്ടായിരുന്നു ഫാത്തിമ.